ചെല്ലക്കാറ്റേ ചെറുകാറ്റേ ചില്ല കുലുക്കാൻ നിൽക്കരുതേ, മെല്ലെ പോകൂ ചങ്ങാതേ, ഇല്ലേൽ ഞാനും കൂട്ടില്ല, നോക്കൂ നോക്കൂ ചെറുകൊണ്ടേ. എല്ലാവർക്കും നമസ്കാരം. മധുശ്രീ ഹണി ഫാമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ പരിചയപ്പെടുന്നത് നേരത്തെ ഉണ്ടായിരുന്ന PVC കൊണ്ടുണ്ടായിരുന്ന ചെറുതേനീച്ചക്കൂട്, അതിന്റെ മറ്റൊരു പതിപ്പാണ്. കുറച്ചുകൂടെ എളുപ്പകരവും അതുപോലെ തന്നെ ഗുണപ്രദവുമാണിത്. അതിന് കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് ആദ്യം തന്നെ ഓരോന്നിട്ട് കാണിച്ചു തരാം. ഇതിന്റെ എൻട്രൻസ് ഏകദേശം മോൾ ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനും ഇതുപോലെ ലോക്കുണ്ട്. നമുക്ക് ലോക്കൊന്ന് ഒഴിച്ചിട്ടാകും ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഇതിന് ഉൾവശം. വുഡ് പാൻഡിംഗ് ആണ്. ഇത് തേക്കിന്റെ തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വളരെ മനോഹരമായിട്ട് അതിന്റെ സ്പേസൊക്കെ കറക്റ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് ഡിവിഷൻ ചെയ്യാൻ നേരത്ത് നമുക്ക് വളരെ സൗകര്യമാണ്. ഏകദേശം പകുതി ഭാഗം വെച്ചിട്ട് താഴേക്ക് നമുക്ക് ഊരി മാറ്റാൻ കഴിയും. അപ്പോൾ നല്ലൊരു ഭാഗം മുകൾ ഭാഗത്തായിരിക്കും. അത് തന്നെയല്ല, ഇതിന് ചില പ്രത്യേകതകളും ഉണ്ട്. ഇത് ഹണി ചേമ്പർ നമ്മൾ സെറ്റ് ഡിവിഷൻ ചെയ്ത് നമുക്ക് ഹണി ചേമ്പർ ഊരി മാറ്റി വെക്കാം. അപ്പോൾ ഇതിലിങ്ങനെ കൊളുത്തുണ്ട്. നമ്മൾ സെറ്റ് ഡിവിഷൻ ചെയ്ത് പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ പിടിക്കാൻ നേരത്തോ ഡിവിഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പിടിക്കുന്ന സമയത്തോ തേനൊന്നും പൊട്ടി ഒഴിക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ ആദ്യം പൂമ്പടിയും തേനും വെക്കാം. അതിനുശേഷം മുകളിൽ മുട്ട വെക്കാം. നമുക്ക് ഇതിൻ്റെ ബാക്കും ഓപ്പൺ ആക്കാവുന്നതാണ്. അതിനുശേഷം ആദ്യത്തെ 2 ദിവസം തലകീഴായിട്ട് വേണമെങ്കിലും നമുക്ക് തൂക്കിടാം. ഏതെങ്കിലും കാരണവശാൽ തേൻ പൊട്ടി അതിൻ്റെ ഗോളങ്ങൾ പൊട്ടുകയാണെങ്കിൽ അത് താഴത്തേക്ക് ഊർന്നു വരാനുള്ള എളുപ്പ വഴിയുണ്ട്. ഇവിടെ ഒരു കൊളുത്തുണ്ട്. ഈ കൊളുത്തുണ്ടെന്ന് മാത്രമല്ല, ഈ കൊളുത്തിന് ചില പ്രത്യേകതയുണ്ട്. ഈ പെട്ടിക്ക് ചില പൂർണ്ണ പ്രത്യേകതയുണ്ട്. കാണിച്ചു തരാം. ഒരു പക്ഷേ ഒരു 2-3 വർഷം കൂടി കഴിയുമ്പോൾ അതിൻ്റെ മോൾ ഭാഗത്തായിട്ടായിരിക്കും ഏറ്റവും മുട്ടയും പൂമ്പടിയൊക്കെ ഉണ്ടാകുക. ചിലപ്പോൾ അപൂർവം ചില കോളനികളുടെ അടിഭാഗത്തായിട്ട് തേൻ നിറയുകയാണെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മുട്ടയെടുത്തതിന് ശേഷം മാത്രമേ സാധാരണ കൂടുകളിൽ തേൻ എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത് എടുക്കുകയും അടിപ്പലക ക്ലീൻ ചെയ്യാനുള്ള ഒരു എളുപ്പവിദ്യ കൂടെ ഇതിൻ്റെ അകത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയ 2 സ്റ്റീൽ സ്ക്രൂവിലാണ് ഇതിൻ്റെ അടിഭാഗം ഉറപ്പിച്ചിരിക്കുന്നത്. ഇത് അടിയിൽ വെച്ചിരിക്കുന്ന സ്റ്റീലിൻ്റെ സ്ക്രൂ ആണ്. ഇത് പലയിലേക്ക് നമുക്ക് കയറ്റി വെച്ചിട്ടില്ല. അത് ലേശം ലൂസാക്കി വെക്കുക. അതിനുശേഷം നമുക്ക് ഈ ബോട്ടം ബോർഡ് ഇങ്ങോട്ട് എടുക്കാവുന്നതാണ്. ഈ കൊളുത്ത് സഹിതം ഈ എടുത്ത് പോയിക്കാണ്. അഥവാ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ഇങ്ങനെ പൊക്കാം. അത് ലൂസാക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ഇട്ടിരിക്കുന്നു. അതിങ്ങനെ എടുത്ത് മാറ്റാം. മാറ്റിയതിന് ശേഷം ഈ പലക ഇവിടെ നിന്ന് എടുക്കാവുന്ന രീതിയിലാണ്. മഴ പിടിച്ചാൽ തന്നെ നമുക്ക് മുകൾ ഭാഗത്തുനിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോഴേക്കും ഈ ബോട്ടം ബോർഡ് ഇങ്ങ് പോകുന്ന കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അതിൻ്റെ വേസ്റ്റുകളൊക്കെ ഈ അടിഭാഗത്തായിരിക്കും അടിച്ചിരിക്കുന്നത്. അതിൻ്റെ മെഴുകളെ ഉപയോഗിക്കാം. അതിനുശേഷം മുകൾ ഭാഗത്ത് തേനായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അടിഭാഗത്ത് ഇത് തലപിരിച്ച് വെച്ച് കഴിയുമ്പോൾ ഈ ഭാഗത്ത് മുട്ടയായി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് തേൻ വരും. തേൻ നിറയുന്ന അപൂർവമായിട്ട് ചിലത് കാണാറുണ്ട്. ചിലതിൻ്റെ അടിയിൽ അതിൻ്റെ വേസ്റ്റ് വന്നിട്ട് മെഴുകെല്ലാം കൊണ്ട് കൂമ്പാരമായിട്ട് കൂട്ടി വെച്ചിരിക്കും. വേസ്റ്റെല്ലാം കൂമ്പാരങ്ങൾ കാണാം. ആ കൂമ്പാരങ്ങൾ നമുക്ക് ഈ പലകയിലായിരിക്കും ഉണ്ടാകുന്നത്. ഈ പലകയിൽ എടുത്ത് അത് വൃത്തിയാക്കാം. അതിന് ശേഷം ഇവിടെ നിന്ന് തേൻ അധികം നിറഞ്ഞു പോയിട്ടുണ്ട്. അടിഭാഗത്ത് തേൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേൻ വളരെ സുഖമായിട്ട് നമുക്ക് സംഭരിക്കാം, വൃത്തിയായി സേവിക്കാം. അതിനുശേഷം ഈ പലക നമ്മൾ വെക്കുന്നു. നമുക്ക് സുഖമായിട്ട് ഇതൊന്ന് ഈ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി. പിന്നെ അത് ഊരിപ്പോകുന്നതല്ല.
ഇത് തേനീച്ചയ്ക്ക് കൂടുതൽ സുരക്ഷിതമാണ്. ഇതിന് പെട്ടെന്നുള്ള ചൂടോ തണുപ്പൊന്നും ഇതിന് ബാധിക്കുന്നില്ല.